നമസ്കാരം, ഏവർക്കും ഫിസിക്സ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അഥവാ ഇലക്ട്രോ ഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദി ലോ വിച്ച് ഇനേബിൾസ് ടു calculate the magnetic field at any point in the region around a current carrying conductor is Gauss law, Biot-Savart's law, Faraday's law, Lenz's law. ഇത് നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബയോ-സവാർട്ട്സ് ലോ ആണ് അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, the magnetic field of a plane electromagnetic wave is given by B എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. കെ ക്യാപ് B0 സൈൻ K by root 2 x plus y plus omega t, where K is the wave number and I cap, J cap, K cap are the unit vectors along x, y, z directions respectively. Okay, and the electric field associated with the wave is given by, that's the question, electric field associated with ദി ഗിവൺ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടെത്താനും, അതുപോലെ തന്നെ നേരെ തിരിച്ചും ചോദിക്കുക. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് അതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ ബൈ കെ ഇൻറ്റു ബി ക്രോസ് എൻ ക്യാപ്. അതായത് ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻ്റാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ജനറലി ഒരു വേവ് ഫോമിൽ എഴുതുകയാണ് ഈ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെയൊക്കെ എഴുതുമ്പോൾ ഇവിടെ കെ ഇൻറ്റു ആ ഒരു പൊസിഷൻ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് കാണിക്കുന്ന ആ ഒരു വെക്ടറും തന്നിട്ടുണ്ടാവും, പ്ലസ് ഒമേഗ ടി, അതാണല്ലോ അതിൻ്റെ ജനറൽ ഫോം. അപ്പം അതിന്ന് ഈ എൻ ക്യാപ്പ് ഉദ്ദേശിക്കുന്നത് അത് കണ്ടെത്താനാണ്. എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് 2 എന്നുള്ള ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് വെലോസിറ്റി തന്നെയാണ്. ഇവിടെ ലൈറ്റിന്റെ വെലോസിറ്റി സി, അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ സി ഇൻറ്റു B0 സൈൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒമേഗ ബൈ കെന് സി എഴുതി, പിന്നെ ബി ക്രോസ് എൻ ക്യാപ്പ് ചെയ്യാണ്. അപ്പോൾ B0 നമുക്ക് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് തന്നിട്ടുണ്ട്. എന്ത് ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ, അത് കെ ക്യാപ്പാണ്. അതിന്റെ ഡയറക്ഷൻ എന്തിലേക്കാണ്? സെഡ് ഡയറക്ഷനിലേക്കാണ്, സെഡ് ആക്സിസിന്റെ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് പക്ഷെ ഇവിടെ എൻ ക്യാപ്പ് ഉദ്ദേശിക്കുന്നത് ഈ ഡയറക്ഷൻ എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന്റെ യൂണിറ്റ് വെക്ടറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് ബൈ റൂട്ട് 2 എന്നുള്ളതാണ് വരിക അല്ലേ. അപ്പോൾ ബി ക്രോസ് എൻ ക്യാപ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കെ ക്യാപ് ക്രോസ് ഐ ക്യാപ് ചെയ്ത് നമുക്ക് എന്താ കിട്ടാം? ഐ ജെ കെ എന്നുള്ള സൈക്ലിക് ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ കെ ക്യാപ്പാണ് കിട്ടുക, ജെ ക്രോസ് കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാപ്പാണ് കിട്ടുക അല്ലേ. അപ്പം ഇവിടെ കെ ക്രോസ് ഐ ആണ് ചെയ്തിരിക്കുന്നത്, അപ്പം എന്താ നമുക്ക് കിട്ടുക? ജെ ക്യാപ്പാണ് കിട്ടുക. പിന്നെ പ്ലസ് കെ ക്യാപ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് ഐ ക്യാപ്പാ വരിക അല്ലേ. അപ്പം നമുക്ക് ആൻസർ ശരിക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോം ഇങ്ങനെയാണ് കിട്ടേണ്ടത്. സി ഇൻറ്റു B0 സൈൻ കെ ബൈ റൂട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഒമേഗ ടി ഇൻറ്റു ജെ ക്യാപ് മൈനസ് ഐ ക്യാപ് ബൈ റൂട്ട് 2 ആണ് കിട്ടേണ്ടത് ശരിക്ക്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് ബൈ റൂട്ട് 2 ആണ്. അത് ചെറിയ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്ര അറിഞ്ഞിരിക്കേണ്ടു ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ, മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. അപ്പം അതിൽ ഓരോ ടേംസും എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദി ടോട്ടൽ പവർ റേഡിയേറ്റഡ് ബൈ ആൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഡൈപോൾ ഇസ്
inversely proportional to the dipole moment, inversely proportional to the frequency of oscillation, directly proportional to the fourth power of the frequency of oscillation, independent of the frequency of oscillation. ഇത് ചോദിച്ചിരിക്കുന്നത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ പവർ എന്നാണ്. അതൊരു പവർ ജനറേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിംഗ് വെക്ടർ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതെന്താന്ന് നോക്കണം. എസ് എന്ന് പറയുന്നത് പോയിന്റിംഗ് വെക്ടർ 1/μ0 × E × B എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ അതായത് ആ പോയിന്റിംഗ് വെക്ടർ കണ്ടിട്ട് അതിന്ന് പിന്നെ ആവറേജ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പവർ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഇക്വേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. μ0 P0² × ω⁴/12πc. ഓക്കെ, അപ്പൊ ഇവിടെ P0 ഉദ്ദേശിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റ്. അത് ആ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് P0. അപ്പൊ അതിന്റെ സ്ക്വയറിനോടും പിന്നെ എന്തിനോടും പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഫോർത്ത് പവർ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോർത്ത് പവർ ഓഫ് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ബാക്കിയൊക്കെ നോക്കിയാൽ അറിയാലോ, ഡൈപോൾ മൊമെന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡൈപോൾ മൊമെന്റ് എന്ന് വരും. ഓക്കെ, അപ്പം അതനുസരിച്ച് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതിൽ ഇത്രയും ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആയതുകൊണ്ട് അത് ഡൈപോൾ മൊമെന്റിനെയും അതുപോലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. A charge Q is placed at the center of a cube. The electric flux through one of the faces is Q/24πε0, Q/12πε0, Q/6ε0, Q/ε0. ഇവിടെ ക്യാപിറ്റൽ Q തന്നിരിക്കുന്നു, ചിലതിൽ സ്മോൾ Q തന്നിരിക്കുന്നു. അതൊക്കെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാം ക്യാപിറ്റൽ Q തന്നെയാണ്. തന്നിരിക്കുന്ന ചാർജിനെ ബേസ് ചെയ്തിട്ടല്ലേ കൊടുക്കേണ്ടത് ഓപ്ഷൻ. ഒക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. അത് കണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ക്യൂബിനകത്ത് എ ചാർജ് Q ഇസ് പ്ലേസ്ഡ് അല്ലേ, ക്യാപിറ്റൽ Q അതിന്റെ സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ക്യൂബിന്. അതായത് ഈ മൊത്തത്തിൽ ഈ ക്യൂബിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഗോസ് ലോ പ്രകാരം അത് മൊത്തം എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ ε0 ആണെന്ന് അറിയാം. അതായത് ഗോസ് ലോ പറയുന്നത് തന്നെ എന്താണ്? ദി ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഇസ് എ മെഷർ ഓഫ് ദി ടോട്ടൽ ചാർജ് ഇൻസൈഡ് എന്നുള്ളതാണ് അല്ലെ. ആ ടോട്ടൽ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇപ്പൊ 6 ഫേസസ്, ടോട്ടൽ ഫ്ലക്സ് നമുക്കറിയാം Q/ε0 ആണ് അല്ലെ. അപ്പോൾ അതായത് 6 ഫേസിലൂടെ ഉള്ളത് Q/ε0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫേസിലൂടെ ഉള്ളത് പറയുന്നത് എന്തായിരിക്കും? Q/6ε0 ആയിരിക്കില്ലേ. ഇത് ഡിവൈഡ് ബൈ 6 ചെയ്താൽ ഒരു ഫേസിലൂടെ കിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്യാപിറ്റൽ Q ആണ് ഇവിടെ കൊടുക്കേണ്ടത് എങ്കിൽ പോലും നമ്മൾ ഇതനുസരിച്ച് അങ്ങനെ ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 5 cm from a long line of charge density 2.5 × 10⁻⁻6 coulomb/meter is. ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ട്, ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഓഫ് ചാർജ് ഡെൻസിറ്റി ഇത്ര തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഒരു 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ ഈ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഗോസ് ലോ അതിന്റെ അപ്ലിക്കേഷനായിട്ടാണ് വരാം. നമ്മൾ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫേസ് കൺസിഡർ ചെയ്യും. അങ്ങനെ അതിന്ന് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക ഓരോ പോയിന്റിലും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഗോഷ്യൻ സർഫേസ് സിലിണ്ട്രിക്കൽ ആണ്. അപ്പൊ അതായത് ഈ പറഞ്ഞ പോലെ E.dA അതിന്റെ ക്ലോസ്ഡ് എന്ന് പറയുന്ന Q/ε0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഈ പുറത്തെടുത്തിട്ട് എന്താ ഇത്രയും ഇപ്പൊ
ഇവിടെയുള്ള ഇത്രയും ഏരിയ ആ കേളി സർഫസ് ആ കേർവ്ഡ് സർഫസ് ഉള്ള അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 2πRL എന്ന് വരും. ദിസ് ഈസ് ദ ലെങ്ത്. അപ്പോൾ 2πRL ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എൽ എന്ന് എഴുതാം അല്ലേ. അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡ എന്ന് പറഞ്ഞാൽ Q/L ആണ്. അപ്പം അങ്ങനെ നോക്കിയിട്ട് അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/4πε0 ഇൻറ്റു 2 λ/r എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഏത് പോയിന്റിലാണ് എത്ര സെന്റിമീറ്റർ അകലെ വെച്ചാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ പോയിന്റ്. അപ്പോൾ R = 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് 5 × 10⁻⁻² മീറ്റർ. ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് ഗിവൺ ദി ലീനിയർ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ജസ്റ്റ് ആപ്ലിക്കേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഈസ് ഈക്വൽ ടു 9 × 10⁵ Nm/Coulomb എന്ന് കിട്ടും. സി ഈസ് ദി ആൻസർ. ഓക്കെ, ഇത് സ്പീഡിൽ ചെയ്യാം. അതായത് ഇങ്ങനെ കുറച്ച് ഗോഷ്യൻ സർഫസുകൾ, അതായത് കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അറിഞ്ഞിരിക്കുക എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. കാണാപ്പാഠം അറിഞ്ഞിരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യണമെങ്കിൽ അത് ഓർത്തിരിക്കുന്നതാണ് നല്ലത്. അത് പ്രാക്ടീസിലൂടെ നമുക്ക് തന്നെ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.